ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഐക്യമല്ല, സഹവർത്തിത്വമല്ല, സഹിഷ്ണുതയല്ല, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കും. ഈ അപകടകരമായ പ്രസ്ഥാനത്തിന്റെ മേൽ കയ്യൊപ്പ് ചാർത്താൻ പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം ലോകത്തിന് അപമാനകരമാണ്, മുസ്ലിം സമൂഹത്തിന് അപകടകരമാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയല്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രസ്ഥാനത്തിൽ അതിന്റെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്നത് SKSF-ന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷനുമായ സയ്യിദ് മുബഷിർ തങ്ങൾ ജമലുലരി അവர்களാണ്. അദ്ദേഹം നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് ദാരിമി ഹൈതമി ബിരുദമെടുത്ത ഒരു യുവ പണ്ഡിതനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദികളിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പണ്ഡിതനും പ്രഭാഷകനുമാണ്. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന ഒരു മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഒരു സയ്യിദും ആലിമുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിദായി പ്രസ്ഥാനക്കാരനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ വേദിയിൽ ഇതൊന്ന് പ്രകാശനം ചെയ്തു തരണം, ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു, അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞാൻ അവിടെ പോയാൽ എന്റെ പിതൃപരമ്പരയെ അംഗീകരിക്കാത്ത, എന്നെ തങ്ങളാണെന്ന് അംഗീകരിക്കാത്ത, എന്നെ തങ്ങളാണെന്ന രീതിയിൽ ഉൾക്കൊള്ളാത്ത, എന്റെ പാരമ്പര്യത്തെ ഇക്കാലം അത്രയും ചോദ്യം ചെയ്ത, ഇന്നുവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ എന്നെ അത്തരം ഒരു കെണിയിൽ വീഴ്ത്തുന്നത് രണ്ട് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ ഈ രീതിയിൽ അംഗീകാരവും ബഹുമാനമുള്ള എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമതായി, അദ്ദേഹം അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. സ്വാഭാവികമായും ഈ പോകുന്ന തങ്ങളാണ് അതിനെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കേണ്ടത്. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഐക്യമല്ല, സഹവർത്തിത്വമല്ല, സഹിഷ്ണുതയല്ല, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാളപ്പുറം അപകടകരമായി ലോകത്തെ നൂറുകണക്കിന് പണ്ഡിതന്മാർ എഴുതി ഒപ്പുവെച്ചുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളുമായി ഇസ്ലാമിന് ബന്ധമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ അപകടകരമായ പ്രസ്ഥാനത്തിന്റെ മേൽ കയ്യൊപ്പ് ചാർത്താൻ പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം ലോകത്തിന് അപമാനകരമാണ്, മുസ്ലിം സമൂഹത്തിന് അപകടകരമാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയല്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.